Welcome back to Concept Angle Digital Classes. Today we are moving to the 7th lecture of electrostatic potential and capacitance. Last class energy density വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. Okay. So our first topic is the capacitor which is connected to a spring. ഒരു capacitor ഒരു spring ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ആദ്യം ഇവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ സെല്ലിൻ്റെ ഒരു സെല്ലുണ്ട്. ആ സെല്ല് കപ്പാസിറ്ററായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സെല്ലിന് ഇതൊരു പോസിറ്റീവ് ടെർമിനലാണ്, ഇതൊരു നെഗറ്റീവ് ടെർമിനലാണ്. സോ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ, അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. കറണ്ടിനെ ഫേസ് ചെയ്യുന്ന ടെർമിനൽ എപ്പോഴും കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, ഇത് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ. ഇനി ഫോഴ്സ് നമ്മളിവിടെ നോക്കാം. കപ്പാസിറ്റർ സ്പ്രിങ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. കപ്പാസിറ്റർ ഒരു സ്പ്രിങ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, ഇവിടെ ഒരു സ്പ്രിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊരു നെഗറ്റീവ് പ്ലേറ്റ് ആണ്. സോ നെഗറ്റീവ് പ്ലേറ്റ് സ്പ്രിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് അട്രാക്റ്റഡ് ആവും. നെഗറ്റീവ് പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് അട്രാക്റ്റഡ് ആവുമ്പോൾ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ്. ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ നെഗറ്റീവ് പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് അട്രാക്റ്റഡ് ആവും. അപ്പോൾ നമുക്കിവിടെ ഞാനൊരു ഡയഗ്രാം കാണിച്ചു തരാം. സോ നെഗറ്റീവ് പ്ലേറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അങ്ങനെ നെഗറ്റീവ് പ്ലേറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ദ സ്പ്രിംഗ് വിൽ എക്സ്പീരിയൻസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ ദിസ് ഡിറക്ഷൻ ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് kx. That force is kx. So under equilibrium force experienced by the plate will be equal to kx. Force experienced by the plate will be equal to kx. Force experienced is QE is equal to kx. QE is equal to kx. നമുക്കിവിടെ നോക്കാം. Q into what is electric field? Electric field is sigma by 2 epsilon 0. Sigma by epsilon 0 എഴുതരുത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ വൺ ഓഫ് ദ പ്ലേറ്റ് പഠിച്ചതാണ്. സോ ഒരു പ്ലേറ്റിന്റെ ഫീൽഡിനാണ് മറ്റൊരു പ്ലേറ്റ് ഇരിക്കുന്നത്. സിഗ്മ ബൈ 2 epsilon 0 is equal to kx. What is sigma? Q by a. So this becomes q square by 2a epsilon 0 is equal to kx. So this is how we will derive an equation for the capacitor which is connected to a spring. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. കപ്പാസിറ്റർ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമ്മുടെ പോവാം. നെക്സ്റ്റ് സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് സ്പെറിക്കൽ കപ്പാസിറ്റർ. അപ്പോൾ സ്പെറിക്കൽ കപ്പാസിറ്റർ ഇവിടെ സ്ക്രീനിൽ കാണാം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റുകളുടെ കോമ്പിനേഷനാണ്. അതായത് ഒരു പ്ലേറ്റേ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ എങ്കിൽ വേറൊരു പ്ലേറ്റ് എവിടെയാണെന്ന് അസ്യൂം ചെയ്യണം. ഇറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി എന്ന് നമ്മൾ അസ്യൂം ചെയ്തേ പറ്റുള്ളൂ. സോ ദർ ഈസ് ആൻ അനദർ പ്ലേറ്റ് വിച്ച് ഈസ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്. ദാറ്റ് പ്ലേറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് പ്ലേസ് ഇറ്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മറന്നുപോകരുത്. ദ പ്ലേറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റ് ഇൻഫിനിറ്റിയിലാണ് എന്ന കണ്ടീഷൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ ആണല്ലോ. ഇനി പറയാൻ പോകുന്ന കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊരു സർക്യൂട്ട് വരയ്ക്കണം. ഈ കപ്പാസിറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്യൂട്ട് നമ്മൾ ഈ കപ്പാസിറ്ററിന് വരയ്ക്കണം. അപ്പോൾ ആ കപ്പാസിറ്റർ നമുക്ക് സർക്യൂട്ട് വരച്ച് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന പ്ലേറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റിയിൽ ഒരു പ്ലേറ്റ് ഉണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇൻഫിനിറ്റിയിലെ പ്ലേറ്റിന് ഒരു പ്ലേറ്റ് ആയിട്ട് അസ്യൂം ചെയ്തു. ഇൻഫിനിറ്റിയിലെ പ്ലേറ്റ്
അത് എന്ത് ചെയ്തിട്ടുണ്ട്, എർത്ത് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആ ഇൻഫിനിറ്റിയിലെ പ്ലേറ്റിനെ എർത്ത് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് നമ്മൾ കാണിച്ചു. ഓക്കെ, മനസ്സിലാക്കണം. ഈ പ്ലേറ്റ്, ഈ കർവ് ഇതൊരു പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റിനെ ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. അതിന് പകരമാണ് ഞാൻ ഈ സംഭവം വരച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന നമ്മളെല്ലാവരും സ്പിയർ ഉണ്ട് അല്ലേ? ഈ സ്പിയർ, ഓക്കെ, ഈ സ്പിയർ പ്രത്യേകിച്ച് ഈ സ്പിയർ ഒരു കണക്ഷനും ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാത്തത് കൊണ്ട് ഇതൊരു സ്പിയറിന്റെ ഔട്ടർ സർഫസ്. ഓക്കെ, ഇത് സ്പിയറിന്റെ ഔട്ടർ സർഫസ് ആണ്. സ്പിയറിന് ഇന്നർ സർഫസ് ഇല്ല, കാര്യം ഇന്നറിൽ എന്തില്ല, ചാർജ് വരില്ല. സോ ഇതെന്ന് പറയുന്നത് സ്പിയർ ആണ്. അപ്പോൾ സ്പിയറിന്റെ ഔട്ടർ സർഫസ് ഒരു പ്ലേറ്റ് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനെ ഒരു അടുത്തൊരു പ്ലേറ്റ് ആക്കി എടുത്തു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈ പ്ലേറ്റിന്റെ കണക്ഷൻ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ കണക്ഷൻ പറയാത്തത് കൊണ്ട് ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ടു എ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ടു എ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അപ്പോൾ ഒരു ബാറ്ററിക്ക് നെഗറ്റീവ് ടെർമിനൽ വരണ്ടേ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, നെഗറ്റീവ് ടെർമിനൽ വരച്ചു. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഓൾവേസ് കണക്റ്റഡ് ടു എർത്ത്. ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ആദ്യം നമ്മൾ ചെയ്തത് നോക്കാം, ഔട്ടർ പ്ലേറ്റ് ഇൻഫിനിറ്റിയിലാണ് എന്ന് അസ്യൂം ചെയ്യണം. അത് ആ പ്ലേറ്റ് ഇവിടെ വരച്ചു. അത് എന്ത് ചെയ്തിട്ടുണ്ട്, എർത്ത് ചെയ്തു. ഇനി ഒരു പ്ലേറ്റ് കൂടെ ഉണ്ടെങ്കിലേ കപ്പാസിറ്റർ ആവുള്ളൂ. ആ പ്ലേറ്റ് ആണ് ഈ സ്പെറിക്കൽ കപ്പാസിറ്റർ. അപ്പോൾ ആ പ്ലേറ്റിന് പകരം ഈ പ്ലേറ്റ് വരച്ചു. ഇനി ആ പ്ലേറ്റിന് കണക്ഷൻ കൊടുക്കണ്ടേ? ഒന്നും പറയാത്തത് കൊണ്ട് ആ പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തു. അപ്പോൾ ആ ബാറ്ററിക്ക് ഒരു നെഗറ്റീവ് ടെർമിനൽ വരണ്ടേ? ആ നെഗറ്റീവ് ടെർമിനൽ ഷുഡ് ബി കണക്റ്റഡ് ടു എർത്ത്. ഇനി നമുക്ക് ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ദിസ് ഈസ് കണക്റ്റഡ് ടു എർത്ത്. അപ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0. ഓക്കെ, ഇതിന്റെ പൊട്ടൻഷ്യൽ 0. ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0. ഇതൊരു ബാറ്ററിയാണ് അല്ലേ? ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഞാൻ എന്ത് വിളിച്ചു? V വിളിച്ചു. സോ ദിസ് കപ്പാസിറ്റർ, ഓക്കെ, സോ ദിസ് കപ്പാസിറ്റർ ഈസ് ബിറ്റ്വീൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V and 0. So what is the potential difference between? What is the potential difference between this capacitor? This is V minus 0. So the potential is V minus 0. So നമ്മൾ ഇവിടെ എഴുതും the potential difference is equal to V minus 0, that is equal to V. Now C is equal to Q by V. C is equal to Q by V. What is V? V is the potential of the sphere. V is the potential of a sphere which is having radius R. So that is K Q by R. K Q by R. That is equal to 1 by K into R. That is equal to 1 by K into R. What is 1 by K? So answer is 4 pi epsilon 0 R. So this is the capacitance of a spherical capacitor. The answer is 4 pi epsilon 0 R. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് ഒരു കപ്പാസിറ്ററിനെ സർക്യൂട്ട് ആക്കി മാറ്റുന്നതും അതുവഴി നമ്മൾ കപ്പാസിറ്റൻസ് എഴുതുന്നു. സോ ദ ആൻസർ ഈസ് 4 pi epsilon 0 R. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. ദിസ് ഈസ് എ സ്പെറിക്കൽ കപ്പാസിറ്റർ വിത്ത് എ കോൺസെൻട്രിക് കണ്ടക്ടിങ് ഷെൽ. സ്പെറിക്കൽ കപ്പാസിറ്റർ വിത്ത് എ കോൺസെൻട്രിക് കണ്ടക്ടിങ് ഷെൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പെറിക്കൽ കപ്പാസിറ്റർ കാണാം അല്ലേ? അതിന്റെ ഇന്നർ റേഡിയസ് A ആണ്. ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ കോൺസെൻട്രിക് ഷെൽ. അതിന്റെ ഔട്ടർ റേഡിയസ് B ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇതിന്റെ ഇന്നർ സ്പിയറിന്റെ പുറത്തുള്ള ചാർജ് പോസിറ്റീവ് ആണ്, മറ്റൊരു ചാർജ് നെഗറ്റീവ് ആണ്. അങ്ങനെയാണല്ലോ കപ്പാസിറ്റർ. ഒരു ചാർജ് പോസിറ്റീവും മറ്റൊരു ചാർജ് നെഗറ്റീവുമാണ്. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കപ്പാസിറ്റർ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഔട്ടർ പ്ലേറ്റ് ഉണ്ട് അല്ലേ? ഔട്ടർ പ്ലേറ്റ് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും there is an outer plate. ആ ഔട്ടർ പ്ലേറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കണം, ഇൻഫിനിറ്റിയിലാണെന്ന് മനസ്സിലാക്കണം. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ there is an outer plate and that is earth. അപ്പോൾ എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ സർക്യൂട്ട് വരയ്ക്കണം. സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യത്തെ കാര്യം, ഔട്ടർ പ്ലേറ്റ് ആദ്യം വരയ്ക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സോ ഔട്ടർ പ്ലേറ്റ് ഇവിടെ വരച്ചു. ഔട്ടർ പ്ലേറ്റ് എവിടെയാണ്? ഇൻഫിനിറ്റി. ഓക്കെ, സോ ദിസ് ഈസ് ഔട്ടർ പ്ലേറ്റ് 1 ആൻഡ് ദിസ് ഈസ് ഓൾസോ ഔട്ടർ പ്ലേറ്റ് 1, ദാറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇനി അടുത്ത കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഔട്ടർ പ്ലേറ്റും ഇതും, ഈ ഔട്ടർ പ്ലേറ്റും ഞാൻ ഈ വൈറ്റ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പ്ലേറ്റ്. ഓക്കെ, സോ
ഈ ഔട്ടർ പ്ലേറ്റ് ഈ വൈറ്റ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പ്ലേറ്റ്, അത് നിങ്ങൾ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഈ ഔട്ടർ പ്ലേറ്റ്. ഓക്കെ, ഈ ഔട്ടർ പ്ലേറ്റ് നമുക്കിവിടെ നോക്കണം. ഇതാണ് നമ്മുടെ ഔട്ടർ പ്ലേറ്റ്. ഈ ഔട്ടർ പ്ലേറ്റും ഈ പ്ലേറ്റും കൂടെ ആവുമ്പോൾ ഒരു കപ്പാസിറ്ററായി മാറും. ഈ പ്ലേറ്റും കൂടെ ആവുമ്പോൾ ഒരു കപ്പാസിറ്ററായി മാറും, മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ നോക്കാം, അടുത്ത പ്ലേറ്റ് വരച്ചു. ഈ ഔട്ടർ പ്ലേറ്റ് ഞാൻ 2 എന്ന് മാർക്ക് ചെയ്തു. ഈ ഔട്ടർ പ്ലേറ്റ് ഇവിടെ 2 എന്ന് മാർക്ക് ചെയ്തു. പക്ഷേ ഈ ഔട്ടർ പ്ലേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? എർത്ത് ചെയ്തിട്ടുണ്ട്. സോ ഈ ഔട്ടർ പ്ലേറ്റിനെ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? എർത്തിങ് കൊടുത്തു. ഇനി നമ്മൾ നോക്കേണ്ട ഇന്നർ പ്ലേറ്റ് ആണ് അല്ലേ. ഈ ഇന്നർ പ്ലേറ്റ് ഞാൻ എന്ത് മാർക്ക് ചെയ്തു? 3 എന്ന് മാർക്ക് ചെയ്തു. ഇന്നർ പ്ലേറ്റിനെ 3 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് കോമ്പിനേഷൻ ഈസ് 1 and 2. That is a capacitor. 1 and 2 is a capacitor. Next combination is 2 and 3. Next combination is 2 and 3. So വീണ്ടും ഒരു 2 വരയ്ക്കണം. വീണ്ടും ഒരു 2 വരയ്ക്കണം. So next capacitor is 2 and next capacitor is 3. So 2 and 3. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. First one is earthed. Another capacitor 2 അല്ലേ. 2 is also earthed. Next combination is 2 and 3. That is another capacitor. 1, 2 ഒരു capacitor. 2, 3 അടുത്ത capacitor. So 2 and 3 അടുത്ത capacitor. So 2 വരച്ചു. 2 പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? എർത്ത് ചെയ്തിട്ടുണ്ട്. 2 എന്ത് ചെയ്തിട്ടുണ്ട്? എർത്ത് ചെയ്തിട്ടുണ്ട്. 3 ഒന്നും പറഞ്ഞിട്ടില്ല. 3യിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചേ? 3നെ നമ്മൾ എന്ത് ചെയ്യണം? 3 should be connected to the positive terminal of the battery. 3 should be connected to the positive terminal of the battery. So 3 should be connected to the positive terminal of the battery. അപ്പോൾ ഒരു നെഗറ്റീവ് ടെർമിനൽ വേണ്ടേ? നെഗറ്റീവ് ടെർമിനൽ should be earthed. നെഗറ്റീവ് ടെർമിനൽ should be earthed. സോ നമ്മളിവിടെ എല്ലാം പറഞ്ഞു. നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്കൊരു കപ്പാസിറ്റർ കിട്ടി അല്ലേ. സോ 1, 2 is a capacitor. 2, 3 is another capacitor. മൊത്തം ഇപ്പോൾ എത്ര കപ്പാസിറ്റർ ഉണ്ട്? 2, 3 and 1, 2 രണ്ട് കപ്പാസിറ്റർ ഉണ്ട്. ഇനി നമുക്കിവിടെ നോക്കാം. ഇനി ഇവിടെ പൊട്ടൻഷ്യൽ നമുക്ക് മാർക്ക്. ഈ പൊട്ടൻഷ്യൽ എത്രയാ? 0. ഈ പൊട്ടൻഷ്യൽ എത്രയാ? 0 അല്ലേ. ഈ പൊട്ടൻഷ്യൽ എത്രയാ? 0. ഈ പൊട്ടൻഷ്യൽ വോൾട്ട് V. സോ there is a capacitor that has a potential difference V minus 0. There is another capacitor that has a potential difference 0, which means ഈ പൊട്ടൻഷ്യലും സെയിം ആണ്. അപ്പൊ ആ കപ്പാസിറ്ററിന് എഫക്റ്റീവ് ആയിട്ട് ആ കപ്പാസിറ്റർ എടുക്കാൻ പറ്റില്ല. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലല്ലേ ചാർജ് ഫ്ലോ ചെയ്യുള്ളൂ. സോ ദ പ്ലേറ്റ് 1 is at 0 potential, plate 2 is also at 0 potential. So this cannot be considered as a capacitor. This is not a capacitor. So we have a single capacitor 2 and 3. So we have a single capacitor 2 and 3. Okay, we have a single capacitor 2 and 3, which is at a potential difference V minus 0. അപ്പോൾ നമുക്കൊരു സിംഗിൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു. ആ സിംഗിൾ കപ്പാസിറ്റർ എത്രയാണ്? V minus 0 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് നോക്കാം. V എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊരു കോൺസെൻട്രിക് ആണ് അല്ലേ. ഇതെന്താണ്? കോൺസെൻട്രിക് ആയിട്ടുള്ള ഷെല്ലുകളാണ്. നമുക്ക് നോക്കാം. ഇതൊരു കോൺസെൻട്രിക് ഷെല്ലാണ്. 2 and 3. 2ന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. 3ന്റെ പൊട്ടൻഷ്യൽ ആണ് കണക്റ്റഡ് ടു വോൾട്ട് V. സോ വി ഹാവ് ടു ഫൈൻഡ് വോൾട്ടേജ് V. അപ്പോൾ അതിന് നമുക്ക് വോൾട്ടേജ് V കണ്ടുപിടിക്കാം. സോ V കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. V എന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ, ഇതിലെ വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ V എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് തരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ V എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? V means voltage at the surface of 3. Voltage at the surface of 3. Voltage at the surface of 3 ആണ്. അപ്പോൾ 3 എന്ന് പറയുന്ന കപ്പാസിറ്ററിലെ വോൾട്ടേജ് നമുക്ക് നോക്കാം. 3 എന്ന് പറയുന്ന സ്പെറിക്കൽ സർഫസ്, അതിലുള്ള ചാർജ് ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. സോ ദ ചാർജ് ഈസ് പോസിറ്റീവ് and the charge is capital Q. And the charge is capital Q. Okay. 2ലെ ചാർജ് എന്താണ്? 2ലെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. 2ലെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2 എന്ന സ്പിയർ ഉള്ളിലാണ് 3 എന്ന സ്പിയർ.
2 എന്ന സ്പിയറിനുള്ളിലാണ് 3 എന്ന സ്പിയർ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഓഫ് ദ ഇന്നർ സ്പിയർ ആണ്. പൊട്ടൻഷ്യൽ ഓഫ് ദ ഇന്നർ സ്പിയർ എന്ന് പറഞ്ഞാൽ രണ്ട് പൊട്ടൻഷ്യൽ വരും. ഒന്ന് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഇന്നർ സ്പിയർ ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഔട്ടർ സ്പിയർ. ഔട്ടർ സ്പിയറിന്റെ ഉള്ളിലാണ് ഇന്നർ സ്പിയർ ഉള്ളത് കൊണ്ട് ഔട്ടർ സ്പിയറിന്റെ അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇന്നർ സ്പിയറിന്. സോ അവർ ഇക്വേഷൻ ഈസ് V is equal to K into Q by A. K into Q by A. K into Q by A. മറക്കണ്ട, K into Q by A എന്ന് പറയുന്നത് it is the potential of the inner sphere due to the positive charge Q on the outer surface. Okay? ഇനി അടുത്ത എന്താണ് നമുക്ക് വേണ്ടത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഔട്ടർ സ്പിയർ. ഔട്ടർ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇന്നർ സ്പിയറിന്, കാര്യം ഔട്ടർ സ്പിയറിന് ഉള്ളിലാണ്. സോ ദാറ്റ് ഈസ് മൈനസ് കെ ക്യൂ ബൈ ബി. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ചാർജ് പ്ലസ് ക്യൂ, മറ്റൊരു ചാർജ് എന്താണ്? മൈനസ് ക്യൂ ആണ്. ഔട്ടർ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ എന്ത് തന്നെയാണോ അത് തന്നെയാണ് അതിന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലും. പക്ഷെ ഉള്ളിൽ ആരിപ്പുണ്ട്? ദ തേർഡ് നമ്പർ 3 കൊടുത്തിരിക്കുന്ന ഇന്നർ സ്പിയർ ഉണ്ട്. സോ ആൻസർ ഈസ് കെ ക്യൂ ബൈ എ മൈനസ് കെ ക്യൂ ബൈ ബി. സോ പൊട്ടൻഷ്യൽ ഈസ് കെ ക്യൂ പുറത്തെടുത്താൽ 1 by A minus 1 by B. 1 by A minus 1 by B. സോ ഞാനിവിടെ എഴുതുകയാണ് V is equal to KQ into B minus A divided by AB. So നമുക്ക് V is equal to KQ into B minus A divided by AB. Now what is capacitance? Capacitance is equal to C is equal to Q by V. C is equal to എന്താണ്? Q by V എന്ന് വരും. C is equal to Q by V. So this becomes Q divided by KQ into B minus A divided by AB എന്ന് വരും. B minus A divided by AB. So Q and Q gets cancels. So C is equal to 1 by K is 4 pi epsilon 0. AB divided by B minus A. വളരെ important equation. Capacitance. C is equal to 4 pi epsilon 0 AB by B minus A. മറന്നു പോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. 4 pi epsilon 0 AB divided by B minus A. കോൺസെൻട്രിക് ഷെല്ലുകളാണ്. ഞാൻ കപ്പാസിറ്ററിന്റെ സർക്യൂട്ട് ഞാൻ വരച്ച് കാണിച്ചു തന്നു. ഇനി വേണ്ടത് പൊട്ടൻഷ്യലാണ്. രണ്ട് സ്പിയറുകൾ ഇവിടെ ഉണ്ട്. ഔട്ടർ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ തന്നെ ഇന്നർ സ്പിയറിന് വരും. ഇന്നർ സ്പിയറിന്റെ ചാർജ് കാരണം ഇന്നർ സ്പിയറിൽ ഒരു പൊട്ടൻഷ്യൽ വരും. സോ ഇക്വേഷൻ ഈസ് മറക്കരുത് 4 pi epsilon 0 AB divided by B minus A. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പോർഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ ഇൻസേർട്ടിംഗ് എ dielectric slab. Work done in inserting a dielectric slab. അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സോ ലിസൺ ടു ദ നെക്സ്റ്റ് ലെക്ചർ. സോ വർക്ക് ഡൺ ഇൻ ഇൻസേർട്ടിംഗ് എ ഡൈഇലക്ട്രിക് സ്ലാബ്. ഒരു കപ്പാസിറ്ററിന്റെ ഉള്ളിലേക്ക് ഒരു സ്ലാബ് കയറ്റി വെക്കുമ്പോൾ അതിനകത്ത് വരുന്ന ചേഞ്ചസ്, അതിലെ വർക്ക്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ കേസ് 1 നമുക്ക് ഇവിടെ സ്ക്രീനിൽ നോക്കാം. ആഫ്റ്റർ ചാർജിങ് ദ കപ്പാസിറ്റർ ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് ഡൈഇലക്ട്രിക് ഈസ് ഇൻസേർട്ടഡ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ബാറ്ററി എന്ത് ചെയ്തു? ഡിസ്കണക്ട് ചെയ്തു. ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? ചാർജ് ആണ്. സോ ആഫ്റ്റർ ബാറ്ററി ഡിസ്കണക്റ്റഡ് ദ ചാർജ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ അതിന് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ ആദ്യം എഴുതുകയാണ്. ഒന്നാമത്തെ കാര്യം, ബിഫോർ ചാർജിങ്. ഓക്കെ, ബിഫോർ ചാർജിങ് ക്യൂ ആയിരുന്നു ചാർജ്. ഓക്കെ, ബിഫോർ ചാർജിങ് അല്ല, സോറി, ബിഫോർ ഡൈഇലക്ട്രിക് ഇൻസേർഷൻ. ബിഫോർ ചാർജിങ് അല്ല, ബിഫോർ ഇൻസേർട്ടിങ് ഡൈഇലക്ട്രിക്. ബിഫോർ ഇൻസേർട്ടിങ് ഡൈഇലക്ട്രിക് ചാർജ് എന്താണ്? ക്യൂ ആണ്, അല്ലേ? ഇനി ആഫ്റ്റർ ഇൻസേർട്ടിങ് ഡൈഇലക്ട്രിക് ദ ചാർജ് ബിക്കം ക്യൂ ഡാഷ്. സോ ചാർജിനെ നമ്മൾ എന്ത് വിളിച്ചു? ക്യൂ ഡാഷ്. പക്ഷേ ക്യൂ ഡാഷ് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു എന്താണ്? ക്യൂ. കാര്യം ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. സോ
സോ ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ ചാർജ് എന്നും എന്താണ് സെയിം. ചാർജ് ചെയ്തു ക്യൂ, പിന്നെ എന്ത് ചെയ്തു ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു, എന്നിട്ട് ഡൈഇലക്ട്രിക് പ്ലേറ്റിനകത്തേക്ക് എടുത്ത് വെച്ചു, പക്ഷെ ചാർജ് റിമെയിൻസ് സെയിം. അപ്പൊ അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി നമുക്ക് നോക്കാം. V is equal to Q by C. This is before the insertion of dielectric. Okay. V dash is equal to Q dash by C dash. Dash എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഡൈഇലക്ട്രിക് ഇൻസേർട്ടിന് ശേഷമുള്ള കണ്ടീഷനാണ്. സോ V is equal to Q by C and V dash equal to Q dash by C dash. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, Q ഡാഷും C ഡാഷും. Q ഡാഷ് എന്ത് തന്നെയാണ്? Q ആണ്. C ഡാഷ് എന്താവും? K ടൈംസ് C ആവും. ഡൈഇലക്ട്രിക് കയറ്റി കഴിഞ്ഞാൽ ഫുള്ളി കയറ്റുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ എന്താവും? K ആവും. എന്ന് വെച്ചാൽ V ഡാഷ് is equal to എന്ത് സംഭവിക്കും നോക്ക്. V ഡാഷ് is equal to this becomes V by K ആവും. കാര്യം V Q by C ആണ്, V ഡാഷ് Q by K C ആണ്. സോ എന്ത് വന്നു? V by K വന്നു. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എനർജി നോക്കാം. എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് CV സ്ക്വയർ. ഹാഫ് ഇൻറ്റു C ആരാണ്? C എന്താണ്? C ഈസ് KC അല്ലേ? ഇനി C എന്താണ്? KC. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇവിടെ U is equal to half CV square, that is before the insertion of dielectric. U dash is equal to half into C dash ആണ്. C dash ആരാണ്? C dash നമ്മൾ പറഞ്ഞു, C dash is KC. ഇനി അടുത്തത് V dash ആണ്. V dash ആരാണ്? V dash is V by K. So this becomes V square by K square. V square by K square. So it becomes, the answer will be, നോക്കാം, half, answer will be half C V square by K. Answer will be half C V square by K. So U dash is equal to എന്ത് സംഭവിച്ചു? U dash becomes U by K ആയി. അപ്പൊ പുതിയ എനർജി എന്തായി? U by K. അപ്പൊ നോക്കാം, ചാർജ് റിമെയിൻസ് സെയിം. പൊട്ടൻഷ്യൽ എന്തായി? പൊട്ടൻഷ്യൽ V is equal to Q by C, V dash equal to Q by KC. So V dash is equal to V by K. So potential becomes V by K. Charge remains same. Energy becomes U by K. Energy becomes എന്തായി? U by K ആയി. So energy becomes U by K. അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. U final is equal to U by K. U initial is equal to U. Okay. So U final is equal to U by K and U initial is equal to U by K. Which means U final is less than U initial. U final is less than U initial. But final potential energy is less than the initial potential energy, which means work is negative. So work done by the battery is negative. മറക്കരുത്, work done by the battery is negative ആണ്. So work done by the battery is negative. So this is negative. Okay ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ആഫ്റ്റർ ചാർജിങ് ദ കപ്പാസിറ്റർ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്തത്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ് കേസ് 2 ആണ്. ആഫ്റ്റർ ചാർജിങ് ദ കപ്പാസിറ്റർ ബാറ്ററി ഈസ് കണക്റ്റഡ് ആൻഡ് ഡൈഇലക്ട്രിക് ഈസ് ഇൻസേർട്ടഡ് ആണ്. ബാറ്ററി ഈസ് കണക്റ്റഡ്. ബാറ്ററി കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. സോ V dash is always equal to V. V dash is always equal to V. മറക്കരുത്. C dash നമ്മൾ പണ്ട് പഠിച്ചത് തന്നെ. C dash എന്താണ്? KC ആണ്. C dash എന്താണ്? KC ആണ്. നമുക്ക് ചാർജ് നോക്കാം. പഴയ ചാർജ് Q equal to എന്താ ഫോർമുല? CV. പുതിയ ചാർജിനെ എന്ത് വിളിച്ചു? Q dash എന്ന് വിളിച്ചു. C ആരാണ്? C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q dash is equal to C dash into V dash ആണ്. C dash ആരാണ്? C dash എന്താണ്? നമുക്ക് നോക്ക്. C dash എന്താണ്? KC ആണ്. So KC into V dash എന്ത് തന്നെയാണ്? V തന്നെയാണ്. So this becomes K times CV or Q dash is equal to K into Q. ചാർജ് മാറി. Q dash എന്തായി? K into Q ആയി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എനർജി നോക്കാം. എനർജി ഇക്വേഷൻ എന്താണ്? ഹാഫ് CV square. So U dash is equal to half into C dash ന് പകരം എന്ത് കൊടുക്കാം? K times C. V remains same. So this becomes V square തന്നെയാണ്. So
What is U dash? U dash is equal to KU. U dash is equal to എന്താണ്? KU, which means U final greater than U initial. U final ആരാണ്? KU ആണ്. U initial എന്താണ്? U ആണ്. So final potential energy is greater than initial potential energy, which means work done is positive. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. വർക്ക് ഡൺ ഈസ് പോസിറ്റീവ്. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് കേസ്, ബാറ്ററി സ്റ്റിൽ കണക്റ്റഡ് എന്ന് വെച്ചാൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിമെയിൻസ് സെയിം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് നോക്കാം. ബാറ്ററി റിവേഴ്സൽ ഇൻ എ കപ്പാസിറ്റർ ആണ്. ഒരു കപ്പാസിറ്ററിന്റെ ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. തൽക്കാലം നിങ്ങൾ ഇവിടെ നോക്കണം. തൽക്കാലം നമ്മുടെ കയ്യിൽ ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ വോൾട്ടേജിനെ 40 വോൾട്ട് എന്ന് പറയാം. ആ ബാറ്ററിയുടെ വോൾട്ടേജ് 40 വോൾട്ട് ആണ് എന്ന് വിചാരിക്കുക. കപ്പാസിറ്റർ 5 മൈക്രോ ഫാരഡ് എന്ന കപ്പാസിറ്റർ കൊടുക്കാം. കപ്പാസിറ്ററിന്റെ വാല്യൂ തൽക്കാലം എന്ത് കൊടുക്കാം? 5 മൈക്രോ ഫാരഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാണ്. ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഈ 40 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ച് 5 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിനെ ഞാൻ ചാർജ് ചെയ്തു. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് റീച്ച് ചെയ്തെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി എന്ന കണ്ടീഷൻ. അങ്ങനെ ചാർജ് ആയതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത്? ബാറ്ററി റിവേഴ്സ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകും. ഓക്കെ ആണല്ലോ? സോ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ആദ്യത്തെ കാര്യം, ഇനിഷ്യലി ഉള്ള ചാർജ് എടുക്കാം. ക്യൂ ഇനിഷ്യലിന്റെ ഫോർമുല എന്താണ്? CV ആണ്. ക്യൂ ഇനിഷ്യലി CV. C ആരാണ്? കപ്പാസിറ്റർ. 5 × 10⁻⁻6 വോൾട്ടേജ് എന്താണ്? 40 ആണ്. സോ ആൻസർ ഈസ് 5 × 40 200. 200 × 10⁻⁻6 is 200 × 10⁻⁻6, that is 2 × 10⁻⁻4, that is equal to 200 മൈക്രോകൂളം. സോ നമുക്ക് ഇനിഷ്യൽ ചാർജ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് എന്താണ്? 200 മൈക്രോകൂളം നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? സോ ആൻസർ ഈസ് 200 മൈക്രോകൂളം. അപ്പൊ നമുക്ക് അത്രയും കാര്യം കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 200 മൈക്രോകൂളം നമുക്ക് കിട്ടി. നമുക്ക് ചെറിയൊരു ഡയഗ്രം ഇവിടെ വരയ്ക്കാം. ഇതാ കപ്പാസിറ്റർ വരച്ചു, പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ വരച്ചു അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. സോ ദിസ് ഈസ് 200 മൈക്രോകൂളം ആൻഡ് ദിസ് ഈസ് -200 മൈക്രോകൂളം ആണ്. മറന്നു പോകണ്ട, ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ്, പക്ഷെ എന്ത് തന്നെയാണ്? 200 മൈക്രോകൂളം തന്നെ വന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് കേസിൽ എന്താ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ബാറ്ററി കംപ്ലീറ്റ്ലി ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഈ ബാറ്ററി ഉപയോഗിച്ച് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തിട്ട് ഇവരിത് ഡിസ്കണക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവർ എന്ത് ചെയ്തു? ഇത് ഡിസ്കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു എന്നാണ്. പൊളാരിറ്റി എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊളാരിറ്റി അവർ ചേഞ്ച് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് നോക്കാം? പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പൊളാരിറ്റി ചേഞ്ച് ചെയ്ത കണ്ടീഷനാണ് അവർ പറയുന്നത്. സോ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു. ഇവിടെ നോക്കാം. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഞാനിവിടെ വീണ്ടും വരച്ചു. ഇവിടെ പോസിറ്റീവ് അല്ല, ഇവിടെ എന്താ കൊടുക്കേണ്ടത്? നെഗറ്റീവ് കൊടുത്തു. ഇവിടെ പോസിറ്റീവ് കൊടുത്തു. ദിസ് ആഫ്റ്റർ പൊളാരിറ്റി ചേഞ്ച്. സോ ആഫ്റ്റർ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വന്നു? -200 വന്നു. ഇവിടെ എന്ത് വന്നു? +200 വന്നു. ഇതാണ് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിച്ച കാര്യം. പണ്ട് ഇവിടെ എത്രയായിരുന്നു? 200 ആയിരുന്നു. അപ്പൊ 200 എന്ന് പറയുന്ന വാല്യൂ ആയിരുന്നു പണ്ട്. അതിപ്പോ ചേഞ്ച് ചെയ്ത് എത്ര വന്നു? -200 വന്നു. സോ 200 -200 ആയി. അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് -200 ആയിരുന്നു, അത് എന്തിലേക്ക് വന്നു? 200ലേക്ക് വന്നു. സോ -200ൽ നിന്ന് 200ലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ചേഞ്ച് 400 അല്ലേ? സോ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ദ ചാർജ്? ചേഞ്ച് ഇൻ ദ ചാർജ് ഈസ് 400 മൈക്രോകൂളം. സോ ചേഞ്ച് ഇൻ ദ ചാർജ് ഈസ് വാട്ട്? 400 മൈക്രോകൂളം എന്ന് നമുക്ക് പറയാം. സോ ചേഞ്ച് ഇൻ ദ ചാർജ് ഈസ് 400 മൈക്രോകൂളം. ചാർജ് 400 മൈക്രോകൂളം എന്ന് നമ്മൾ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പൊ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. ചേഞ്ച് നമുക്ക് എത്ര കിട്ടി? 400 മൈക്രോകൂളം എന്ന് കിട്ടി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. ഇതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് പഴയ ചാർജ് എത്രയാണ്? 200 and -200.
ഇപ്പോഴും ചാർജ് 200 ആണ്, പക്ഷെ ഓരോ പ്ലേറ്റിലെയും ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായത്. എന്താണ് റിവേഴ്സ് ചെയ്യേണ്ടത്? സോ റിവേഴ്സ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ നോക്കേണ്ടത് എനർജി ഉള്ള കാര്യങ്ങൾ ഇവിടെ ആദ്യം നോക്കണം. എനർജിക്ക് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളിവിടെ നോക്കണം. എനർജിക്ക് അപ്പം നമുക്ക് നോക്കാം. എനർജിയുടെ ഇക്വേഷൻ പല ഇക്വേഷൻ ഉണ്ട് അല്ലേ? പല ഇക്വേഷൻ നമുക്ക് നോക്കണം. ഹാഫ് CV². പഴയ എനർജി ഹാഫ് CV², ഇപ്പോഴത്തെ എനർജി ഹാഫ് CV² ആണ്. എന്താ കാര്യം? സി മാറിയിട്ടില്ല, വോൾട്ടേജ് മാറിയിട്ടില്ല, ബാറ്ററിയുടെ പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ചേഞ്ച് വരില്ല, കപ്പാസിറ്റൻസ് മാറിയിട്ടില്ല. സോ U dash is equal to U, which means there is no energy, there is no change in energy. Before and after the reversal of the battery, there is no energy change. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ഇക്വേഷൻ ഇവിടെ നോക്കാം. ഇത് നമ്മൾ പ്രോബ്ലത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്ന സാധനമാണ്. ഹീറ്റ് ജനറേറ്റഡ് എന്ന് ഇതിനകത്ത് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഹീറ്റ് ജനറേറ്റഡ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു വർക്ക് ചെയ്തു, ഞാൻ ചെയ്ത വർക്ക് മുഴുവനായിട്ടും എനർജി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീറ്റ് ലോസ് അവിടെ ഇല്ല. പക്ഷെ ഞാൻ ചെയ്ത വർക്ക് മുഴുവനായിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തില്ല. അതിനർത്ഥം കുറച്ച് എനർജി ലോസ് ഉണ്ടായി. ആ എനർജി ലോസ് ദാറ്റ് ക്യാൻ ബി ഇൻ ഫോം ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്, എനിത്തിങ് അല്ലേ? നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു ബോഡി റബ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ആക്ച്വലി ലോസ് ഓഫ് എനർജി. സോ ഇവിടെ എനർജി ലോസ് ഉണ്ടോ? ഇല്ല, ബിക്കോസ് ഇനിഷ്യൽ എനർജി ആൻഡ് ഫൈനൽ എനർജി ഈസ് സെയിം. അപ്പോൾ വിച്ച് മീൻസ് ദർ ഈസ് നോ എനർജി ലോസ്. എന്താണ് ഇവിടെ? ദർ ഈസ് നോ എനർജി ലോസ്. ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല? ഇവിടെ എനർജി ലോസ് ഇവിടെ ഇല്ല. ഇനിഷ്യൽ എനർജിയും ഫൈനൽ എനർജിയും ഇവിടെ എന്താണ്? സെയിം ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഹീറ്റ് ട്രാൻസ്ഫേർഡ്. ഹീറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ. ഹീറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ. ഓക്കെ, ഹീറ്റ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ മൈനസ് ചേഞ്ച് ഇൻ എനർജിയാണ്. ഹീറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ മൈനസ് ചേഞ്ച് ഇൻ എനർജി. അതെന്താ ഇവിടെ സംഭവിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എനർജി ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവിടെ എനർജി ലോസ് എന്ന വാക്ക് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. അതായത് നമ്മളിവിടെ ഹീറ്റ് ജനറേറ്റർ ആണ് അത് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഹീറ്റ് ജനറേറ്ററിന്റെ ഫോർമുല എന്താണ്? വർക്ക് ഡൺ. ഹീറ്റ് ജനറേറ്ററിന്റെ ഫോർമുല വർക്ക് ഡൺ മൈനസ് ചേഞ്ച് ഇൻ എനർജിയാണ്. വർക്ക് ഡൺ മൈനസ് ചേഞ്ച് ഇൻ എനർജിയാണ് അല്ലെ? അപ്പൊ നമ്മളിവിടെ നോക്കുക, ഇവിടെ നമ്മളിവിടെ നോക്കുമ്പോ ഹീറ്റ് ജനറേറ്റർ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഹീറ്റ് ജനറേറ്ററിന്റെ കണ്ടീഷനിലെ ഫോർമുല നമുക്ക് ഇവിടെ എഴുതാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു. സോ വർക്ക് ഡൺ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വളരെ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഹീറ്റ് ജനറേറ്റഡിനകത്ത് നമുക്ക് വരുന്ന കാര്യം, ഹീറ്റ് ജനറേറ്റഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഹീറ്റ് ജനറേറ്ററിന്റെ ഫോർമുല വർക്ക് ഡൺ മൈനസ് എനർജി ചേഞ്ച് ആണ്. വർക്ക് ഡൺ മൈനസ് എനർജി ചേഞ്ച്. അതായത് ഞാൻ ചെയ്യുന്ന വർക്ക് കാരണം എന്തെങ്കിലും എനർജി ചേഞ്ച് ഉണ്ട് എങ്കിൽ ആ എനർജി ചേഞ്ച് കൂടെ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഞാൻ വർക്ക് ചെയ്തു, ആ വർക്ക് കാരണം എനർജി കൂടിയിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ ഹീറ്റ് ആയിട്ട് ലോസ് ആവുള്ളൂ. അപ്പൊ വാട്ട് ഈസ് ഹീറ്റ്? വർക്ക് ഡൺ മൈനസ് ഡെൽറ്റ യു. എന്താണ്? വർക്ക് ഡൺ മൈനസ് ഡെൽറ്റ യു എന്നാണ് നമ്മുടെ ഫോർമുല. വർക്ക് ഡൺ മൈനസ് ഡെൽറ്റ യു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെൽറ്റ യു വളരെ ഇമ്പോർട്ടൻ്റ്. ഡെൽറ്റ യു, വാട്ട് ഈസ് ഡെൽറ്റ യു? ഡെൽറ്റ യു ഈസ് 0 ആണ് ഇവിടെ. കാര്യം ഇനിഷ്യൽ എനർജിയും ഫൈനൽ എനർജി ഇവിടെ എന്താണ്? സെയിം ആണ്. അതായത് ഞാൻ ചെയ്ത വർക്ക് കാരണം ഇവിടെ ഒരു തരത്തിലും എനർജി കൂട്ടിയിട്ടില്ല. ഓക്കെ, എനർജി ലോസും ഇല്ല, എനർജി ഗെയിനും ഇല്ല. അപ്പൊ ഞാൻ ചെയ്ത വർക്ക് ഇവിടെ എനർജിയുടെ ചേഞ്ചിന് വേണ്ടി അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അത് മുഴുവനും എന്തായിട്ട് പോയി? ഹീറ്റ് ആയിട്ട് പോയി. സോ ഹീറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വലി ഇവിടെ എന്ത് തന്നെയാണ്? വർക്ക് തന്നെയാണ്. സോ ഹീറ്റ് ഈസ് ആക്ച്വലി വർക്ക്. സോ ബാറ്ററി റിവേഴ്സ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ ഓരോന്നായിട്ട് നോക്കിയാൽ, ഇവിടെ നോക്കാം. നമ്മൾ നേരത്തെ ഉള്ള സ്ലൈഡ് നമ്മൾ 200 മൈനസ് 200 എന്ന് എഴുതി. അപ്പൊ ഇവിടെ ബാറ്ററി റിവേഴ്സ് ചെയ്തപ്പോൾ മൈനസ് 200 വന്നു. അപ്പൊ ഇവിടുത്തെ ചേഞ്ച് എത്രയാണ്? 400 ആണെന്ന് മനസ്സിലായി. എനർജിയുടെ ഫോർമുല ഹാഫ് CV² ആണ്. സി മാറിയിട്ടില്ല, വി മാറിയിട്ടില്ല. സോ ദർ ഇസ് നോ എനർജി. ഹീറ്റ് ജനറേറ്ററിന്റെ ഫോർമുല H is equal to വർക്ക് ഡൺ മൈനസ് ഡെൽറ്റ യു ആണ്. പക്ഷെ ഇവിടെ ഡെൽറ്റ യു എന്ന് പറയുന്നത് എനർജി ചേഞ്ച് ആണ്. ഇവിടെ എനർജി ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടേ ഇല്ല. അപ്പൊ ഹീറ്റ് ആരാണ്? വർക്കാണ്. സോ ഹീറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇസ് ഈക്വൽ ടു വർക്ക്. അപ്പൊ നമുക്ക് വർക്ക് കണ്ടുപിടിച്ചാൽ മതി. വർക്കിന്റെ ഫോർമുല എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു QV ആണ്. വർക്ക് ഇസ് ഈക്വൽ ടു QV. ഇവിടെ എത്ര ട്രാൻസ്ഫർ ചാർജ് ചെയ്തു? ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത ചാർജ് എത്രയാണ്? 400 ആണ്. ഇൻറ്റു വോൾട്ടേജ് എത്രയാണ്? 40 ആണ്. സോ ആൻസർ ഈസ്
1630 മൈക്രോജൂൾ. സോ 16,000 മൈക്രോജൂൾ ആണ് ഇവിടെ. സോ നമ്മൾ W is equal to QV എന്ന് എഴുതുമ്പോൾ ഈ Q നിങ്ങൾ മനസ്സിലാക്കണം, ദാറ്റ് ഇസ് ഡെൽറ്റ V ആണ്. ഓക്കെ, Q നിങ്ങൾ മനസ്സിലാക്കണം, Q എന്താണ്? ഡെൽറ്റ Q, ദാറ്റ് ഇസ് ചേഞ്ച് ആണ്. അതായത് എന്തുമാത്രം ചാർജ് ഇവിടെ ട്രാൻസ്ഫർ ആയി. വർക്ക് ഇസ് ഈക്വൽ ടു ചാർജ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു വോൾട്ടേജ് ആണ്. വർക്ക് ഇസ് ഈക്വൽ ടു ചാർജ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു വോൾട്ടേജ്. മൊത്തം എത്ര ചാർജുകൾ ഇവിടെ വന്നു? 200 എന്നുള്ളതായിരുന്നു പണ്ട്, ഇപ്പൊ അത് -200 ആയി. എന്ന് വെച്ചാൽ 400 ചാർജ് ട്രാൻസ്ഫർ. സോ 400 ഇൻറ്റു വോൾട്ടേജിന്റെ വാല്യൂ എത്രയാണ്? 40 ആണ്. സോ ആൻസർ ഈസ് 16,000 മൈക്രോജൂൾ. വെരി ഇമ്പോർട്ടന്റ് കണ്ടീഷൻ. സോ ഇത് മറക്കരുത്. ഹീറ്റ് ജനറേറ്ററിന്റെ ഫോർമുല വർക്ക് ഡൺ മൈനസ് എനർജി ചേഞ്ച്. എനർജി ചേഞ്ച് ഇവിടെ ഉണ്ടോ ഇല്ലയോ? എനർജി ചേഞ്ച് ഇല്ല. ഇനിഷ്യൽ എനർജിയും ഫൈനൽ എനർജിയും സെയിം ആണ്. അപ്പൊ ബാറ്ററി ചെയ്ത മുഴുവൻ വർക്കും ഇറ്റ് ഇസ് ലോസ്റ്റ് ആസ് ഇൻ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ദാറ്റ് ഈസ് സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കണ്ടീഷൻ ആണ്. നമ്മൾ നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററുകളിലൊക്കെ നമുക്ക് വേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. കപ്പാസിറ്ററിനെ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. കപ്പാസിറ്ററിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റ് കോമ്പിനേഷൻ ആണിത്. എന്താണ് ഫസ്റ്റ് കോമ്പിനേഷൻ? സീരീസ് കോമ്പിനേഷൻ. കപ്പാസിറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു? സീരീസ് ആയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. കപ്പാസിറ്ററിനെ നമ്മൾ സീരീസ് ആയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തു. നമുക്ക് നോക്കാം കപ്പാസിറ്ററിനെ സീരീസ് ആയിട്ട് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ആദ്യം ഇവിടെ നോക്കാം. ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് പ്ലേറ്റ്, ഇതൊരു നെഗറ്റീവ് പ്ലേറ്റ്. നെഗറ്റീവ് പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് പ്ലേറ്റ്. വീണ്ടും നെഗറ്റീവ് പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് പ്ലേറ്റ്. സോ വളരെ ഇമ്പോർട്ടൻറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ സീരീസ് കണക്ഷൻ മീൻസ് എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ്. പോസിറ്റീവ് പ്ലേറ്റിനെ എടുത്ത് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് എടുക്കുക, നെഗറ്റീവ് പ്ലേറ്റിനെ എടുത്ത് പോസിറ്റീവ് പ്ലേറ്റിലേക്ക്, അങ്ങനെ ഒരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു കണക്ഷൻ ആണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. സോ and this positive plate is connected to the positive terminal and this negative plate is connected to the negative terminal. So this is actually a series connection. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ ഇതൊരു ബാറ്ററിയാണ്. സോ ഈ ബാറ്ററിയാണ് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ടെർമിനലാണ്. സോ ഇതുവഴി നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? ഇതുവഴി ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇങ്ങനെയൊക്കെ നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ഈ കറണ്ട് ഇങ്ങനെ 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 ട്രാവൽ ചെയ്യും. സോ കപ്പാസിറ്റർ 3 കപ്പാസിറ്ററിലും കൂടെ കറണ്ട് ട്രാവൽ ചെയ്യും. 3 കപ്പാസിറ്ററും കൂടെ കറണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ V ആണ് എങ്കിൽ ആ പൊട്ടൻഷ്യൽ ആക്ച്വലി ഈ 3 കപ്പാസിറ്റർ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഷെയർഡ് ആസ് V1, V2, V3. ദാറ്റ് ഈസ് ഷെയർഡ് ആസ് V1, V2, V3. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എന്താണ്? ഡിഫറൻ്റ് ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ സെയിം? ഇവിടെ കറണ്ട് സെയിം ആണ്, അല്ലെങ്കിൽ ചാർജ് സെയിം ആണ്. സോ നമ്മൾ മനസ്സിലാക്കണം ഓരോ കപ്പാസിറ്ററിലെയും മറന്നു പോകണ്ട. Q1 is equal to Q2 is equal to Q3. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എടുത്താൽ V is equal to ഇങ്ങനെ എടുക്കണം. V is equal to V1 plus V2 plus V3. കാര്യം ഷെയറിംഗ് ആണ്. ഇനി V നമുക്ക് എന്താന്ന് നോക്കാം. V മീൻസ് Q by CS ആണ്. Q by C. C ആരാണ്? The effective capacitance in the series circuit. This effective capacitance is CS. This effective capacitance is what? CS. And what is Q? Q is exactly what? Q1, Q2 and Q3. So V ക്ക് പകരം എനിക്ക് എന്ത് കൊടുത്തു? Q by CS എന്ന് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമുക്ക് V1 ആണ്. What is V1? V1 is Q by C1. V2 is Q by C2. V3 is Q by C3. So Q, Q, Q എല്ലാം ക്യാൻസൽ ആയി. So 1 by CS is equal to 1 by C1 plus 1 by C2 2 1 by Cn. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സീരീസ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ സീരീസ് കണക്ഷന്റെ ഫോർമുല എന്താണ്? 1 by CS is equal to 1 by C1 plus 1 by C2 plus 1 by C3 അങ്ങനെ പോകും. അപ്പോൾ സീരീസ് കണക്ഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ചാർജ് ആണ്, കറണ്ട് ആണ്. എന്താണ് ഡിഫറൻറ്റ്? പൊട്ടൻഷ്യൽ ആണ്. എന്താണ് ഡിഫറൻറ്റ്? പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ മറന്നു പോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കണ്ടീഷനാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് തൽക്കാലം നമുക്ക് എളുപ്പത്തിന് വേറൊരു കാര്യം പറയാം. 2 കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ എന്നുള്ള കണ്ടീഷൻ കൂടെ നമുക്കിവിടെ പറയാം. 2 കപ്പാസിറ്റർ, ഇപ്പോൾ 3 കപ്പാസിറ്ററാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ 3 കപ്പാസിറ്റർ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കപ്പാസിറ്റർ വെച്ചിട്ടുള്ള വോൾട്ടേജ് ഡിവൈഡിങ് റൂൾ കൂടെ ഞാനിവിടെ പഠിപ്പിക്കാം. വോൾട്ടേജ് ഡിവൈഡിങ് റൂൾ കൂടെ നമുക്കിവിടെ നോക്കാം. അപ്പോൾ 2 കപ്പാസിറ്റർ നോക്കുകയാണെങ്കിൽ 2 കപ്പാസിറ്റർ ആണെങ്കിൽ നമുക്ക് എന്താ ഫോർമുല നോക്കാം. 2 കപ്പാസിറ്റർ ആണെങ്കിൽ ഇതാ
1 by CS is equal to 1 by C1 plus 1 by C2, or CS is equal to C1 C2 by C1 plus C2 എന്ന് കൊടുക്കാം. C1 C2 divided by C1 plus C2. So capacitance, effective capacitance equation എന്താണ്? C1 C2 divided by C1 plus C2. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. നമുക്ക് അടുത്ത കാര്യം അറിയാം. അടുത്തത് എല്ലാത്തിലെയും ചാർജ് എന്താണ്? സെയിം ആണ് അല്ലേ? സോ Q1 is equal to Q2 ആണ്. That is equal to Q1 is C1 V1 and Q2 is C2 V2 എന്ന് നമുക്ക് എഴുതാം. അതിനർത്ഥം C inversely proportional to voltage എന്നാണ്. C inversely proportional to voltage. അത് ക്ലിയർ ആണല്ലോ. C inversely proportional to voltage. ഇനി നമുക്ക് ഇവിടെ നോക്കാം. V is equal to V1 plus V2. ഓക്കെ, V is equal to എന്താണ്? V1 plus V2 എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിവിടെ V is equal to V1 plus V2. ഇവിടെ നോക്കാം. V is equal to V1 പകരം എനിക്ക് C2 V2 by C1 എന്ന് എഴുതാം. പ്ലസ് എന്ത് കൊടുക്കാം? V2 കൊടുക്കാം. ഓർ V is equal to V2 കോമൺ എടുത്താൽ 1 plus C2 by C1, or V is equal to C1 plus C2 by C1 into V2 എന്ന് എഴുതാം. Or V2 is equal to, വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, V2 is equal to C1 by C1 plus C2 into V. മറന്നു പോകണ്ട. സോ V2 is equal to എന്താ ഫോർമുല? C1 by C1 plus C2 into V. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1ന്റെ ഫോർമുല എന്താണ്? V1ന്റെ ഫോർമുല C2 by C1 plus C2 into V. ഇതാണ് ഫോർമുല. അപ്പോൾ രണ്ട് കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. C1 C2. അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തൊക്കെയാണ്? V1 ആൻഡ് V2. അപ്പം അങ്ങനെയാണെങ്കിൽ V1 കാണാനുള്ള ഫോർമുല എന്താണ്? V1 കാണാനുള്ള ഫോർമുല C2 by C1 plus C2 into V. V1 കാണാനുള്ള ഫോർമുല C2 by C1 plus C2 ആണ്. അപ്പം V1 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വോൾട്ടേജ് ആണ്. പക്ഷെ V1 കാണാൻ നമ്മൾ ന്യൂമറേറ്ററിൽ ഉപയോഗിക്കുന്നത് എന്താണ്? C2 ആണ് അല്ലേ? സോ V1 എന്ന് പറയുമ്പോൾ C2 by C1 plus C2 into V ആണ് അല്ലേ? ഇനി V2 കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? C1 by C1 plus C2 into V ആണ്. അപ്പൊ രണ്ട് വോൾട്ടേജും ഉണ്ട്. V1 കാണാൻ C2 by C1 plus C2 into V. ഇനി V2 കാണാൻ C1 by C1 plus C2 into V. അപ്പോൾ ഓർക്കേണ്ട കാര്യം, V1 ആണ് കാണേണ്ടതെങ്കിൽ C1 എന്നല്ല എഴുതേണ്ടത്. എന്താണ്? C2 by C1 plus C2 into ടോട്ടൽ വോൾട്ടേജ്. ഇനി V2 ആണ് കാണണമെങ്കിൽ എന്താണ്? C1 എന്ന് എഴുതണം. V1 ആണെങ്കിൽ എന്താണ്? C2 എന്ന് എഴുതണം. സോ ദിസ് ഇസ് ആക്ച്വലി ദ വോൾട്ടേജ് ഡിവൈഡിങ് റൂൾ. വോൾട്ടേജ് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ സീരീസ് കണക്ഷനിൽ ചാർജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, വോൾട്ടേജ് മാറും. V1 ഫോർമുല C2 by C1 plus C2 into V. V2 ഫോർമുല C1 by C1 plus C2 into V. So this voltage dividing rule for series connection. Okay. Next നമ്മൾ അടുത്തതിലേക്ക് പോവാം. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങളുടെ ഫിഗർ നോക്കുക. പാരലൽ കോമ്പിനേഷൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. പാരലൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, Q1 Q2 Q2 Q3 Q3 മൂന്ന് കപ്പാസിറ്ററുകൾ. ഇത് നോക്കിയേ, ഇതിലൊക്കെ നെഗറ്റീവ് ടെർമിനലുകൾ. എല്ലാത്തിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഇസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് ഓൾ ദ പോസിറ്റീവ് പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റ് എല്ലാം നെഗറ്റീവ് ടെർമിനലിലേക്കും പോസിറ്റീവ് പ്ലേറ്റുകളെല്ലാം പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണക്ഷനാണ് പാരലൽ കണക്ഷൻ. ദാറ്റ് ഇറ്റ് സെൽഫ് മീൻസ് ഇതിന്റെ വോൾട്ടേജ്, സെല്ലിന്റെ വോൾട്ടേജ് ഈക്വൽ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യാണ്. ദിസ് ഇസ് പ്ലസ് ആൻഡ് ദിസ് ഈസ് മൈനസ്. So in parallel connection, what's happening is voltage is a constant. In parallel connection, voltage is a constant. ഒരു parallel കണക്ഷനകത്ത് എന്ത് കോൺസ്റ്റന്റ് ആണ്? വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ചാർജ് ഡിഫറെന്റ് ആണ്. സോ വോൾട്ടേജ് ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ചാർജ് ഈസ് ഡിഫറെന്റ്. വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ചാർജ് ഈസ് ഡിഫറെന്റ്. മറന്നു പോകണ്ട, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, ചാർജ് ഡിഫറെന്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം, മൊത്തം ഫ്ലോ ചെയ്ത ചാർജിനെ
ക്യൂ എന്ന് എഴുതി. അപ്പോൾ ഓരോ പ്ലേറ്റിലും ഉണ്ടാകുന്ന ചാർജ് Q1 പ്ലസ് Q2 പ്ലസ് Q3. ക്യൂവിൻ്റെ ഫോർമുല എന്താണ്? CV. Q1 എന്താണ്? C1V. Q2 എന്താണ്? C2V. Q3 എന്താണ്? C3V. കാര്യം വോൾട്ടേജ് ഒക്കെ സെയിം. അപ്പോൾ എല്ലായിടത്തും വോൾട്ടേജ് ഇവിടെ കട്ടായി. അപ്പോൾ വാട്ട് ഈസ് C? C പാരലൽ ഈസ് C1 പ്ലസ് C2 പ്ലസ് C3. ഒരുപാടുണ്ടെങ്കിൽ C1 പ്ലസ് C2 to Cn. So this is the effective capacitance. അപ്പോൾ ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ പറയാം. മനസ്സിലായല്ലോ? സോ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഡിവൈഡ് ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ ചാർജാണ്. ആരാണ് ഇവിടെ? ചാർജാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 2 കപ്പാസിറ്ററേ ഉള്ളൂ എങ്കിൽ വാട്ട് ഈസ് C പാരലൽ? 2 കപ്പാസിറ്റർ ഉള്ളൂ എങ്കിൽ C പാരലൽ ഈസ് വാട്ട്? C1 പ്ലസ് C2. C പാരലൽ ഈസ് C1 പ്ലസ് C2. മറന്നു പോകണ്ട, C1 പ്ലസ് C2. ഓക്കെ, ഇനി നമുക്ക് Q നോക്കാം. ക്യൂവിൻ്റെ ഫോർമുല എന്താ? Q ഈസ് ഈക്വൽ ടു എന്താണ്? Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 ആണ്. Q ഈസ് ഈക്വൽ ടു എന്താണ്? Q1 പ്ലസ് Q2 അല്ലേ? നമുക്കറിയാം V1 ഈസ് ഈക്വൽ ടു V2 ആണ്. V1 ആരാണ്? Q1 ബൈ C1 ഈസ് ഈക്വൽ ടു Q2 ബൈ C2. സോ Q1 ബൈ C1 ഈസ് ഈക്വൽ ടു Q2 ബൈ C2. Q ഈസ് ഈക്വൽ ടു Q1 പകരം C1 ഇൻറ്റു Q2 by C2 plus Q2 or Q is equal to Q2 പുറത്തെടുത്താൽ C1 by C2 plus 1 or Q is equal to C1 plus C2 by C2 into Q2 or Q2 is equal to C2 by C1 plus C2 into Q എന്നാണ്. സോ കണ്ടോ, Q2 കാണാൻ എന്താ ഫോർമുല? C2 by C1 plus C2 into Q. ഇവിടെ ചാർജ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ Q2ന്റെ ഫോർമുല എന്താണ്? C2 ഡിവൈഡഡ് ബൈ C1 plus C2 into Q. വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. Q2 ഈക്വൽ ടു C2 ഡിവൈഡ് ബൈ C1 plus C2 into Q. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോർമുല ഓഫ് Q1? Q1 ഈസ് C1 by C1 plus C2 into Q. ഓക്കെ, അവിടെ V1 ആണെങ്കിൽ C2 ഉപയോഗിക്കണം, V2 ആണെങ്കിൽ C1 ഉപയോഗിക്കണം. ഇവിടെ Q2 ആണെങ്കിൽ C2 ഉപയോഗിക്കുക, Q1 ആണെങ്കിൽ C1 ഉപയോഗിക്കുക. അപ്പോൾ 1 ആണെങ്കിൽ ഇവിടെ 1, 2 ആണെങ്കിൽ ഇവിടെ 2, അവിടെ 2 ആണെങ്കിൽ ന്യൂമറേറ്ററിൽ 1, അവിടെ 1 ആണെങ്കിൽ ന്യൂമറേറ്ററിൽ 2. അതാണ് ചാർജ് ഡിവൈഡിങ് റൂൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കണ്ടീഷനാണ്. ഇനി നമുക്കൊരു ചെറിയ ഒരു കാര്യം കൂടി ഇവിടെ പഠിക്കാനുണ്ട്, അതുകൂടെ നമുക്ക് പഠിക്കാം. ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കണക്ഷൻ സീരീസ് ആണെന്ന് വിചാരിക്കുക. ഒരു കപ്പാസിറ്റൻസ് 2, മറ്റൊരു കപ്പാസിറ്റൻസ് 3, അടുത്ത കപ്പാസിറ്റൻസ് 4. നമുക്ക് നോക്കാം. സീരീസ് കണക്ഷൻ തൽക്കാലം 1, 2, 3 ഇത് 3 വാല്യൂസ് കപ്പാസിറ്റൻസിന്റെ. അപ്പോൾ എഫക്റ്റീവ് വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാം? 1/CS is equal to 1/1 plus 1/2 plus 1/3 എന്നായി. 1/1 plus 1/2 plus 1/3. ഇപ്പോൾ LCM നമുക്കിവിടെ 6 ആണ് അല്ലേ? LCM 6 ആണ്. സോ 6 plus 3 plus 2. സോ ആൻസർ ഈസ് 11/6 is equal to 1/CS or CS is equal to 6/11 which is less than 1. അതായത് ഈ 3 കോമ്പിനേഷൻസ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന 3 കോമ്പിനേഷൻസിനകത്ത് 1, 2, 3 ഉണ്ടായിരുന്നു. 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. ഈ 1, 2, 3 എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ആൻസർ എന്താണ്? 6/11 ആണ്. അത് ഇതിനേക്കാൾ ചെറുതാണ്, 1നേക്കാൾ ചെറുതാണ്. Which means the effective capacitance in a series connection is less than the least capacitance in the combination. The effective capacitance in the series connection, effective capacitance of the series connection is less than the least value of the capacitor in the combination. 1, 2, 3 least value എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. ആ 1നേക്കാൾ കുറവാണ് എന്ത്? 6/11. മനസ്സിലായല്ലോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പാരലൽ നോക്കാം. ഇതേപോലെ നിങ്ങൾ പാരലൽ എടുത്തു. 1 + 2 + 3. വാട്ട് ഈസ് ആൻസർ? CP. CP is equal to 6 which is CP is equal to 6 which is greater than 3 which is greater than 3 എന്ന് വെച്ചാൽ the effective capacitance in a capacitance circuit is greater than the largest capacitance in the combination. ഒരു R എന്ന് പറയുന്നത് ഏറ്റവും വലുതായ 3നേക്കാൾ വലുതാണ്. സോ
So the effective capacitance will be greater than the largest capacitor, greater than the largest capacitor in the circuit. Okay, series ആണെങ്കിൽ effective value is less than the least. Okay, parallel ആണെങ്കിൽ the effective value is greater than the largest capacitor. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ കൂടെ നമ്മളിവിടെ പഠിച്ചു, അതിൻ്റെ കണ്ടീഷൻസ് നമ്മളിവിടെ പഠിച്ചു. ഓക്കെ, സോ നമ്മുടെ പാരലൽ കോമ്പിനേഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു.